നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുമോ? ഇല്ല. സിഗരറ്റ് വാങ്ങിച്ചു കൊടുക്കും? ഇല്ല. അതൊന്നും കൊള്ളില്ല മോനെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച് കൊടുക്കും. അതും കൊള്ളില്ല എന്ന് മാതാപിതാക്കളാണ് തിരിച്ചറിയുന്നത്. നമ്മളൊരു ഒരു ബന്ധത്തിൽ ഒരു നീ ഞാൻ എൻ്റെ പണം, നീ നിൻ്റെ പണം, ഞാൻ ഇത്ര തരാം, അങ്ങനെ കുടുംബ ബന്ധം മാറിയപ്പോൾ തന്നെ വീട്ടിലൊരു പാർട്ടീഷൻ, ഒരു ഇന്ത്യ പാകിസ്ഥാൻ വന്നു കഴിഞ്ഞു. മമ്മൂക്ക ഇക്കാര്യത്തിൽ ഒരു വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഭാര്യ എന്ന് പറയുന്നത് രക്തബന്ധമല്ല, പക്ഷെ എല്ലാ ബന്ധങ്ങളെയും സാധ്യമാക്കുന്ന ബന്ധമാണ് ആ ബന്ധം. അത്രയും ഉള്ളിലേക്ക് പോകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്കൊരു വേറൊരു മലയാളി പറഞ്ഞായിട്ട് പോലും ഓർമ്മയില്ല. ക്രിസ്മസ് വെക്കേഷൻ ആകുമ്പോൾ, വലിയ വെക്കേഷൻ ആകുമ്പോൾ കോടതി മുറികൾ ഒരു സീരിയൽ ഡ്രാമ ഷോയായി മാറും. എൻ്റെ കൂടെ കൊച്ചിനെ 10 ദിവസം വിടണം, എൻ്റെ കൂടെ ഇല്ല വിടില്ല, ഈ കുട്ടിയെ പിടിവലി പോലും നടക്കാറുണ്ട് വരാന്തകളിൽ. അങ്ങനത്തെ സിറ്റുവേഷനിൽ വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവരുടെയൊക്കെ മെൻ്റൽ. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അവർ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പം അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരുടെയും വിചാരം വക്കീലന്മാർ കുടുംബം കലക്കാനായിട്ട് ഇരിക്കുന്നതാണ്, അവർക്ക് കാശ് കിട്ടുന്നത്. അങ്ങനെയല്ല. ഞങ്ങളുടെ അടുത്ത് വരുന്ന ഓരോരുത്തരുടെ അടുത്തും വരുന്നവരെ നമ്മൾ പറയും, നിങ്ങൾക്കൊരു തെറാപ്പി, നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ചെയ്ത് നോക്കൂ. പറ്റില്ല, അപ്പം തന്നെ അവരത് നിഷേധിക്കും. നല്ല പാഠങ്ങൾ തുടങ്ങുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണെന്ന് പറയും. സ്വന്തം മകനിലൂടെ ലോകത്തോട് നല്ല കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരമ്മ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഡ്വക്കേറ്റ് സമീറ അബീസ് ഇന്ന് ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി എനിക്കിപ്പോൾ. നമസ്കാരം. ആദ്യമേ താങ്ക് യു സോ മച്ച് ഈ ഒരു ടൈം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന്. നമ്മൾ ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ സംസാരിച്ച് തുടങ്ങാം. ഇത്തയ്ക്ക് അതെങ്ങനെയാണ് ഫീൽ ചെയ്യണമെന്നറിയില്ല. ഇത്ത ഒന്നാമത് സോഷ്യലി നിൽക്കുന്ന ഒരാളാണ്, അഡ്വക്കേറ്റാണ്. അപ്പോൾ ഈയിടെ നമ്മൾ കുട്ടികളെ വളരെ കാഷ്വലായിട്ട് ആണ് കാണുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇത്തയ്ക്ക് അതിനെക്കുറിച്ചുള്ളൊരു സേ എന്താണ്? ഈ കുട്ടികൾ എന്ന് പറയുന്നവരാണ് സമൂഹത്തിനൊരു അടിത്തറ എന്ന് പറയാം, അല്ലേ? അവർ ആണ് വളർന്നു വരുന്ന അടുത്ത ജനറേഷൻ. ഈ അടുത്ത ജനറേഷൻ ഓരോ ഘട്ടത്തിലും പറയാം. തീരെ കുഞ്ഞുങ്ങളും അതിനെ കുറച്ച് വലുതും അതിനേക്കാൾ വലിയ യുവാക്കൾ, ടീനേജേഴ്സ്. ഇതിൽ ഈ ടീനേജർ എന്ന് പറയുന്ന പ്രായം വളരെ ക്രൂഷ്യലാണ്. ഈ പ്രായത്തിനെയാണ് റാണി ഇപ്പോൾ പറഞ്ഞ കാഷ്വലായി കണ്ടു തുടങ്ങിയത്. അവർക്കെല്ലാം അറിയാം. ആ ഒരു തോന്നൽ ഇന്നത്തെ സമൂഹത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ അച്ഛനമ്മമാർക്ക് വളരെയധികം ഉണ്ട്. അവർക്കെല്ലാം അറിയാം, കാരണം അവർ ഫോൺ നോക്കി എല്ലാം പഠിച്ചു. ഈ ഫോൺ നോക്കി പഠിക്കുന്നതെല്ലാം കറക്റ്റാണോ, അവർ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടോ, ഇതൊന്നും സത്യസന്ധമായി ആരും ആലോചിക്കുന്നില്ല. നമ്മളൊരു വലിയ ലോകത്തിലേക്ക് അവരെ അങ്ങ് വിടുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസമായ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ഫോൺ വെച്ച് കൊടുക്കുന്നു, അല്ലേ? അല്ലെങ്കിൽ ടാബ് വെച്ച് കൊടുക്കുന്നു. അത് സ്റ്റാറ്റസ് സിമ്പിളായി. അതൊന്ന് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ അതാണ് തുടക്കം. ഫോമാറ്റ് വളരെ ഏർലി സ്റ്റേജിലൊക്കെ ഉള്ള കുട്ടികളെയൊക്കെ തന്നെ ചില അമ്മമാര് പറയണേക്കാം, ഈ പ്രോഗ്രാം കണ്ടാലേ അവള് കഴിക്കും. അത് നമ്മൾ ആദ്യം ഇത് ഫീഡ് ചെയ്യുന്നത് നമ്മളാണെന്ന് നമ്മൾ മറന്നു, കയ്യിൽ വെച്ചു കൊടുക്കുന്നത് നമ്മളാണ്. ഞാൻ ഒരിക്കലും ഒരു പരിപാടിയിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുമോ? ഇല്ല. സിഗരറ്റ് വാങ്ങിച്ചു കൊടുക്കും? ഇല്ല. അതൊന്നും കൊള്ളില്ല മോനെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച് കൊടുക്കും. അതും കൊള്ളില്ല എന്ന് മാതാപിതാക്കളാണ് തിരിച്ചറിയേണ്ടത്, കുഞ്ഞുങ്ങളല്ല. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അവർ പഠിക്കുന്നത്. ആണ് ഇപ്പോൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഏതൊരു റെസ്റ്റോറൻറ്റിൽ ചെന്നാലും ഒരു ടോഡ്ലർ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വലിയ ഒരു കൊച്ചിൻ്റെ കയ്യിൽ മുമ്പിലൊരു ഫോൺ വെച്ച് കൊടുത്ത് വായിലേക്ക് ഭക്ഷണം, എന്താണ് അത് കഴിക്കുന്നത്, അതിൻ്റെ രുചി എന്ത്, ചുറ്റുപാട് നടക്കുന്നത് എന്ത്, ആരാണ് വായിൽ വെച്ചിരുന്നത് പോലും കുഞ്ഞുങ്ങളിപ്പോൾ അറിയുന്നില്ല. ഇത് അമ്മമാരുടെ സൗകര്യത്തിന് ചെയ്യുന്നു, അല്ല അച്ഛന്മാരുടെ സൗകര്യത്തിന് ചെയ്യുന്നു. അത് പതുക്കെ ഒരു അഡിക്ഷനായി മാറുന്നു. പിന്നെ നമ്മളതിനൊരു ടേം പറയും, ബ്രെയിൻ ഫോഗിങ്ങിലേക്ക് വരും. ഈ ബ്രെയിൻ മുഴുവൻ ഇത് കണ്ട് നിറഞ്ഞു പോകും. അവരുടെ മനസ്സിൽ ചിന്തിക്കാൻ അവർക്ക് വേറെ ഒന്നുമില്ല. ബുദ്ധിമുട്ടുകളില്ല, കഷ്ടപ്പാടുകളില്ല, കൊച്ചുങ്ങളല്ലേ. അപ്പോൾ അവരുടെ തലച്ചോറ് മുഴുവൻ ഇതാണ്. പിന്നീടൊരു ഘട്ടത്തിലേക്ക് ഇവരെന്ത് കാണുന്നതെന്ന് നമുക്ക് സ്ക്യൂട്ടണി ഇല്ല. ഇവരെന്തും കാണാം ഇതിനകത്ത്. നമുക്കറിയാലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇതെങ്ങനെ എൻ്റെ ഫോണിലല്ലേ, എൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ ഇത് വരുന്നു എന്ന് നമ്മൾ പോലും ചിന്തിക്കുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണോ? അവരറിയാതെ ഒരു ക്ലിക്ക് ചെയ്താൽ, അവരറിയാതെ ഒരു മെസ്സേജ് അയച്ചാൽ ഒക്കെ ഇവർ പെട്ടുപോവുകയാണ്. ഇപ്പം റാണി പറഞ്ഞില്ലേ, ഈ അഭിഭാഷക എന്ന നിലയിൽ നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളുമായി ഇടപഴകുന്നില്ല. പക്ഷേ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുമായി, ബ്രോക്കൺ ഫാമിലീസുമായി നമ്മൾ ഇടപഴകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, എൻ്റെ ഓഫീസിൽ വരുന്ന കുഞ്ഞുങ്ങൾ, ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. എൻ്റെ ഓഫീസിൽ വന്ന ഒരു കുടുംബം, അവരെ ഇരിക്കുമ്പോൾ ഒരു സൈഡിൽ ഒരു കുട്ടിയെ, അവരുടെ മകളെ അവിടെ മാറ്റിയിരുത്തി ഇവർ ഡിവോഴ്സിനെ പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത്. ആയിക്കോട്ടെ, അവർ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നവരാണ്. പക്ഷേ ഈ കുട്ടിയെ മാറ്റിയിരുത്താൻ അവർ അപ്പോഴും കൊടുത്തിരിക്കുന്ന ഒരു ടാബാണ്.
ഓക്കെ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ടാബ് മാറ്റും. അപ്പോൾ ഈ കൊച്ചു ചിലപ്പോൾ റെസ്റ്റ്ലെസ് ആവും. റെസ്റ്റ്ലെസ് ആവാന്ന് പറഞ്ഞാൽ അതിന് വേറൊന്നും അറിയില്ല. അതിനൊരു പടം വരച്ചിരിക്കാം, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചിരിക്കാം എന്ന് അതിനെ അറിയില്ല. ഷീ ഈസ് യൂസ് ടു ദാറ്റ്. അത് തന്നെയാണ് അത് ശീലിച്ച് വന്നിരിക്കുന്നത്. വെറുതെ ഇരുന്നോ കയ്യിൽ ഫോൺ അല്ലെങ്കിൽ ടാബ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ കുട്ടിയുടെ കയ്യിലുള്ളതൊരു ഫോണാണ്. അതിലേക്കൊരു കോൾ വരികയാണ്, അമ്മയുടെ ഫോണാണ്. കോൾ വരുമ്പോൾ ഈ കുട്ടിയെ എനിക്ക് ഈ സൈഡിൽ നിന്ന് കാണാം. കുട്ടി ഈ ഫോൺ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു ന്യൂഡ് ഫോട്ടോയാണ് അതിലുള്ളത്. ഈ കുട്ടി ഒരു 8 വയസ്സുള്ള കൊച്ചാണ്, ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഇങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ എൻ്റെ ഹൃദയം ഇങ്ങനെ ഇടിച്ചു പോയി. പക്ഷേ എനിക്ക് അപ്പോഴും ഇത് പറയാൻ പറ്റില്ല. ഇവരുടെ റിയാക്ഷൻസ് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് പാരൻസിൻ്റെ. അതിന് നിങ്ങൾക്ക് എന്താ എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രെയിനിൽ വെച്ച് ഫേസ് ചെയ്തിട്ടുണ്ട്. എന്തിനാ ഈ കുട്ടി, എനിക്ക് മേളിലിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് കാണാം താഴെ ഈ കൊച്ചെന്താണ് കാണുന്നത്. അപ്പം ഞാൻ മറ്റേ പാരൻസിനെ വിളിച്ചിട്ടുണ്ട്, മോളുടെ നിന്ന് ഫോൺ വാങ്ങിക്കാനില്ല, അത് ആവശ്യമില്ലാത്തൊക്കെ കാണുന്നത്, നിങ്ങൾക്ക് എന്താ? അതായിരുന്നു എനിക്ക് കിട്ടിയ ആൻസർ. അന്ന് മുതൽ എനിക്ക് പേടിയാണ് അത് ചോദിക്കാൻ. പക്ഷേ കുട്ടികളിലേക്ക് നമ്മൾ എത്തിക്കേണ്ട മൂല്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുള്ള ഒരു സ്പോഞ്ച് പോലെ അവരത് അബ്സോർബ് ചെയ്തോളും. കാരണം അവരെല്ലാം അബ്സോർബ് ചെയ്യുന്നത്. ഇപ്പം ഇത്ര തന്നെ ബ്രോക്കൺ ഫാമിലീസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലെസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ഇമോഷണൽ നീഡ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈയിടെയായിട്ട് പണ്ടത്തിലും കൂടുതൽ ഇപ്പം വളരെ ജെനുവിൻ റീസൺ കൊണ്ട് പിരിയുന്ന കപ്പിളുണ്ട്, അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അപ്പോൾ പോലും ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു സിനിമയിലാണ്, ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമയിൽ അതൊന്ന് പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഒരു കൊച്ചാവുന്നതിന് മുമ്പ് നിങ്ങൾ പിരിയൂ. ഇത് ഒരുപാട് വർഷം ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടി കണ്ട ഒരു നല്ല ലൈഫിനെയെല്ലാം ആ കുട്ടിയുടെ പ്രത്യേകിച്ച് ഒരു അഡോളസൻ്റ് ഏജിലൊക്കെയാണ് ഒരു റീസൺസും ഇല്ലാതെ റീസൺസ് കണ്ടെത്തിയാണ് ഈ പാരൻസ്. കാരണം ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് കൂടിയപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറ്റുന്ന പോലെ ബന്ധങ്ങളെ മാറ്റാം എന്നൊരു അനാവശ്യ തോട്ടിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഈ റീസെൻറ്റ് ടൈമിൽ ഞാൻ കുറച്ച് സെലിബ്രിറ്റി ആയിട്ടുള്ളവരൊക്കെ വളരെ കാഷ്വലി പറയുന്ന ഡയലോഗ്സ് ആണ്, മോൾ ഓക്കെയാണ്, മോൻ ഓക്കെയാണ്. അപ്പോൾ ഇവരിതിനെ കാണുന്നത് ഇതൊരു വെറും ബയോളജിക്കൽ പ്രോസസ്സാണ്. ഇവർ വേറെ ലൈഫിൽ പോകുമ്പോൾ മക്കൾക്ക് ഇമോഷണലി ഒന്നും ലൂസ് ചെയ്യുന്നില്ല, ട്രോമയില്ല. പക്ഷെ അതാണോ അതിൻ്റെ റിയാലിറ്റി? ശരിക്കും റാണി ഈ ഫീൽഡിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ എനിക്ക് വലിയ നന്ദിയുണ്ട്. കാരണം ഈ ഫീൽഡിലൊക്കെ ഉള്ള എല്ലാവരും തന്നെ നമ്മൾ ഉപദേശിക്കാൻ ചെന്നാലും നോ ഷീ ഈസ് ഓക്കെ, അവൾക്കറിയാം ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. അവൾക്ക് എന്തറിയാം? അവൾക്കൊന്നും അറിയില്ല. ആക്ച്വലി ഞങ്ങൾ എല്ലാവരുടെയും വിചാരം വക്കീലന്മാർ കുടുംബം കലക്കാനായിട്ട് ഇരിക്കുന്നതാണ്, അവർക്ക് കാശ് കിട്ടുന്നത്. അങ്ങനെയല്ല. ഞങ്ങളുടെ അടുത്ത് വരുന്ന ഓരോരുത്തരുടെ അടുത്തും വരുന്നവരെ നമ്മൾ പറയും, നിങ്ങൾക്കൊരു തെറാപ്പി, നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ചെയ്ത് നോക്കൂ. പറ്റില്ല, അപ്പം തന്നെ അവരത് നിഷേധിക്കുകയാണ്. ചിലരൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും കേൾക്കാത്തവരല്ല. പക്ഷെ ഞങ്ങൾ പറയും, കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾക്കൊരു കുട്ടിയില്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പറയില്ല. കുട്ടിയില്ലാത്തവർ ഈസിലി പിരിഞ്ഞു പോകാറുമുണ്ട്. കാരണം ബാധ്യതകൾ പ്രശ്നമല്ലാതെ വരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടിക്ക് ഇതിൻ്റെ ഇമോഷണൽ ബാഗേജ് ഉണ്ടല്ലോ, അത് അതിൻ്റെ ലൈഫ് ടൈം അത് ക്യാരി ചെയ്യും. നമുക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന പലരുമുണ്ട്. അടുത്ത തീരുമാനം, കുട്ടി ഇവരുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന തീരുമാനം എനിക്ക് വിവാഹം വേണ്ട എന്നുള്ളതാണ്. അതൊരു തെറ്റായ കാര്യമാണ്. നന്നായി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ചുറ്റുമുള്ളപ്പോഴാണ് ഇതിനെയൊക്കെ നമ്മൾ മീഡിയയിലൂടെയും ഒക്കെ നോർമലൈസ് ചെയ്ത് കുടുംബം വേണ്ട, പണമുണ്ടോ നമുക്ക് എന്തുമാകാം, ജീവിച്ചാൽ മതി, നിങ്ങൾക്കൊരു ജോലിയുണ്ടോ നിങ്ങൾ ജീവിച്ചാൽ മതി. ഈ ഒരു റോങ് മെസ്സേജ് കുഞ്ഞുങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നത് സ്വന്തം പേരൻസും പിന്നെ സമൂഹവും മീഡിയയും എല്ലാം ഉണ്ട്. ഈ മീഡിയ എല്ലാം കൂടെ കേട്ട് വളരുന്ന കൊച്ച് ആക്ച്വലി കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ ആരാണ് തിരുത്തി കൊടുക്കേണ്ടത്? അവിടെയാണ് ചോദ്യം. ഈ തിരുത്തി കൊടുക്കേണ്ടവർ തന്നെ തിരുത്താനോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനോ ഉപദേശിക്കാനോ നമ്മളൊന്ന് ഉപദേശിച്ച് അവർ കേൾക്കില്ല എന്നാണ് പറയുന്നത്. അത് റോങ് ആണ്. നമ്മളൊന്നും ശ്രമിച്ചിട്ട് പോലും ഇല്ല. എൻ്റെ തന്നെ ഓരോ വീഡിയോസിൻ്റെ ഇടയിൽ റാണിയും കണ്ടിട്ടുണ്ടോ, ആ കുട്ടി മോൻ ഇരുന്ന് തരുന്നല്ലോ ഉപദേശം കേൾക്കാൻ. എന്തിനാണ് നിങ്ങളതിനെ ഉപദേശമായിട്ട് കാണുന്നത്? അതിനെ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് കണ്ടാൽ മതി. ഇത് നമ്മുടെ ഇടയിൽ അതിപ്പോൾ ബന്ധങ്ങളാണേലും പറഞ്ഞ പോലെ കാഷ്വലായി പോകുന്നത് കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോഴാണ്. എല്ലാം പറയാൻ മടിയാണ്, മറച്ചുവെപ്പ് കൂടുന്നു. പലതും ഈ ഡിവോഴ്സിന് വേണ്ടി മുമ്പിൽ വന്നിരിക്കുന്ന, മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടി വക്കീലിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോഴാണ് പലതും പരസ്പരം അവർ പറയുന്നത്. അത് തന്നെ തെറ്റല്ലേ? നമ്മളൊരു ഒരു ബന്ധത്തിൽ ഒരു നീ ഞാൻ എൻ്റെ പണം, നീ നിൻ്റെ പണം, ഞാൻ ഇത്ര തരാം, അങ്ങനെ കുടുംബ ബന്ധം മാറിയപ്പോൾ തന്നെ വീട്ടിലൊരു പാർട്ടീഷൻ, ഒരു ഇന്ത്യ പാകിസ്ഥാൻ വന്നു കഴിഞ്ഞു അല്ലേ? നമ്മൾ ഒറ്റ ഇന്ത്യ ആയിരുന്നത് പാകിസ്ഥാൻ പോയ പോലെ ആയിപ്പോയി. നമ്മൾ ആ ടീം സ്പിരിറ്റ്, ആ ഒരു ടീം ആവുമ്പോഴേ ഒരു കുടുംബമാവുന്നുള്ളൂ. ആ ടീമിലെ ആണ് ആ കുഞ്ഞ് വളരേണ്ടത്. അല്ലാതെ നീ ഞാനെന്നുള്ളത് കണ്ടൊരു കുഞ്ഞ് വളർന്നാൽ അതിൻ്റെ വിധി എന്നേ പറയാനുള്ളൂ. എന്ന് പറഞ്ഞ് ഞാൻ പറയല്ല എല്ലാവരും എല്ലാം സഹിച്ച് കിടക്കണമെന്ന്. റാണി തന്നെ പറഞ്ഞ പോലെ ഒരിക്കലും, അതായത് നമുക്ക് തുടർന്ന് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്.
അവിടെ തുടരണ്ട. ആ ട്രോമ കുഞ്ഞിന് താങ്ങാൻ പറ്റില്ല. ഇത് ഒരു പക്ഷേ ഇങ്ങനൊരു അവസ്ഥയ്ക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഓവറായിട്ടുള്ള ഒരു ഇത് കാരണമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം കോവിഡിൻ്റെ സമയം മുതലാണ് എല്ലാ മനുഷ്യരും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ ഓൺലൈൻ ആയപ്പോൾ വന്നു, അതല്ലാതെ തന്നെയും എല്ലാവരും കുറച്ച് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുകയും അതിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് പോവുകയും ചെയ്തു. അപ്പോഴാണോ ഈ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതം, ഇപ്പം നമ്മൾ പറയും കേരളത്തിനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബേർഡ് എന്ന് പറയുന്നത് പിന്നെ വേഴാമ്പലാണ്. അപ്പോൾ അതിനെ എന്തുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് അതിൻ്റെ ഫാമിലി കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. ഒരു ഒറ്റ പാർട്ട്ണർ, കുട്ടികൾ എന്നുള്ള സംഭവമാണ്. അപ്പം നമ്മളും അതുപോലെ ജീവിച്ചിരുന്ന മനുഷ്യരാണ്. പക്ഷേ ഈ ഒരു പോസ്റ്റ് കോവിഡ് എന്തുകൊണ്ടോ മനുഷ്യൻ്റെ തോട്ട് പ്രോസസ്സിലാണെങ്കിലും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാ തോന്നണ മാതിരി എന്തോ ഞാൻ എൻ്റെ ജീവിതമല്ല ജീവിച്ചത് എന്നൊക്കെ ആളുകൾക്ക് തോന്നുകയും, അപ്പോൾ നമ്മൾ തീർത്തും അവഗണിക്കുന്ന ഒരു വിഭാഗമാണ് കുട്ടികൾ. കാരണം മുതിർന്നവരെ നമ്മൾ പരിഗണിക്കാറുണ്ട്, അയ്യോ അവർക്ക് പ്രായമായി, നമ്മളെ വളർത്തിയ അച്ഛനമ്മമാർ. അത് ഭയങ്കര പാരഡോക്സിക്കലായിട്ടും തോന്നാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും നമ്മുടെ തോട്ട് പ്രോസസ്സ് ഇങ്ങനെ പോകണേ? ഇത്തേക്ക് അതിനെക്കുറിച്ച് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിലാണ് ഇവിടെ വന്നത്. ഞാൻ വെറും ഒരു അഭിഭാഷക മാത്രമായിരുന്നെങ്കിൽ ഈ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കില്ല. അപ്പം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തുമാകാം. ഈ പോസ്റ്റ് കോവിഡ് വന്നപ്പോൾ ഒരുപാട് പേര് പ്രത്യേകിച്ചും യൂട്യൂബിലൂടെ ഒരു വരുമാനമൊക്കെ വന്നു തുടങ്ങിയപ്പോൾ, വരുമാനം വളരെ നിന്നൊരു സമയമായിരുന്നു കോവിഡ്. വരുമാനം വന്നു തുടങ്ങിയപ്പോൾ വളരെ നല്ല കണ്ടൻറ്റുകൾ വന്നു തുടങ്ങി. പക്ഷെ നല്ലതിനൂടെ എപ്പോഴും ഒരു മോശവും വരും. ഒരു മോശം, രണ്ട് മോശമാകാം, പല മോശങ്ങളാകാം. അതിലൊന്ന് ആ പറയുന്നവർക്കത് മോശമൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ അതൊരു ചെറിയ വിഭാഗമാണ്. അത് ഒരുപാട് വലിയ വിഭാഗത്തിലേക്ക് സ്പ്രെഡായി. ഇതിനകത്തൊരു പ്രധാനമാണ് മീ ടൈം, മൈ, എൻ്റെ എന്നുള്ളിടത്തേക്ക് സോഷ്യൽ മീഡിയ കുറേ മലയാളികളെ ചുരുക്കി കളഞ്ഞിട്ടുണ്ട്. ഈ എൻ്റേത് നല്ലതാണ്, നമുക്ക് എൻ്റെ ടൈം എൻ്റേത് എല്ലാം വേണം. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഒരു കുടുംബത്തിലും അത് ആ കുടുംബങ്ങൾ ചേർന്ന ഒരു സമൂഹത്തിലും ആയിരുന്നു. ഇപ്പം അത് മീലേക്ക് ഒതുങ്ങിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. റാണി പറഞ്ഞ പോലെ ഈ കണ്ടൻറ് മേക്കേഴ്സ് ഉണ്ടാക്കി വിടുന്ന കണ്ടൻസിൽ ഒരു പ്രധാന സംഭവമാണ് അവിഹിതത്തിനെ ഗ്ലോറിഫൈ ചെയ്യുക, ഡിവോഴ്സിനെ ഗ്ലോറിഫൈ ചെയ്യുക, ഒറ്റപ്പെടലിനെ ഗ്ലോറിഫൈ ചെയ്യുക. ഒറ്റപ്പെടലിനെ ഒറ്റപ്പെടലായല്ല, ഞാൻ എൻ്റെ സ്വന്തം കാൽ എന്നുള്ള കാര്യത്തിലേക്ക് ഗ്ലോറിഫൈ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഒരു പ്ലസ്സും ഉണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങളിലെത്തി. പെൺകുട്ടികളെ ബോധവൽക്കരിക്കുന്ന കാര്യം എടുക്കാം. അത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരു കാര്യമാണ്. ഇപ്പോൾ പെൺകുട്ടികൾ വളരെയധികം ബോധവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് കേരളത്തിൽ. ഞാൻ മൊത്തം ഇന്ത്യയുടെ ഒന്നും പറയില്ല. അതിൽ എന്നിട്ടും ചതികുഴികൾ അവർക്കില്ലേ? ആ ചതികുഴികളും ഇതേ മീഡിയയിൽ നിന്ന് വന്നതാണ്. ഇതേ മീഡിയയിൽ അവർ പോലും അറിയാതെയാണ് അവർ ഉപയോഗിക്കപ്പെടുന്നത്, അല്ലേ? അവർ ദുരുപയോഗപ്പെടുകയാണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഈ 12 വയസ്സുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ 13 14 വയസ്സുള്ള കുട്ടി ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഈ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്ന ഒരാളുടെ കൂടെ പോകുന്നു, കറങ്ങാൻ പോകുന്നു. എന്താണ് തെറ്റ് എന്നുള്ളത് ഏതൊക്കെയോ കോണ്ടൻസിൽ, ഏതൊക്കെയോ വീഡിയോസിൽ അവർ കണ്ടതാണ്. പക്ഷെ അത് തെറ്റാണെന്നും അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകളും ജീവിതം ഒന്നേ ഉള്ളെന്നും ഇടയ്ക്ക് തെറ്റുന്ന വഴികൾ പിന്നെ നേരെയാക്കാൻ വളരെ പാടാണെന്നും അവർ മനസ്സിലാക്കി വരാൻ കുറേ സമയമെടുക്കും. പിന്നൊരു കാര്യം, ഈ പെൺകുട്ടികൾ ബോധവൽക്കരിക്കപ്പെട്ടപ്പോൾ പാടെ ഉപേക്ഷിച്ച് പോയൊരു കാര്യമാണ് ആൺകുട്ടികൾ. ഞാൻ അതിലേക്ക് വരാൻ പോവായിരുന്നു. അതും എൻ്റെ പുറം വീഡിയോയ്ക്ക് ഒരു കാരണം കേട്ടോ. കാരണം അതിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് വരണം. ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ചോദിക്കാൻ വന്നൊരു കാര്യം, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു ആർട്ടിസ്റ്റിൻ്റെ വൈഫ് അവരുടെ സെപ്പറേഷനെ കുറിച്ചൊരു പോസ്റ്റ് ഭയങ്കര പെയിൻഫുൾ ആയി തോന്നിയത്. അതിൽ ആ കുട്ടി ഉപയോഗിച്ചൊരു വാക്കുണ്ട്, പിന്നെ രക്തബന്ധത്തിലും മേലെ അല്ല മറ്റൊരു ബന്ധമെന്ന് ഞാൻ വീണ്ടും തിരിച്ചറിഞ്ഞു, ഞാൻ ഇനിയും അവൻ്റെ സുഹൃത്തായിരിക്കും, പക്ഷേ ഞങ്ങൾ പിരിയാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്കതിൽ പറയാതെ പറഞ്ഞു എന്തായിരിക്കാം അവരുടെ ഇടയിൽ വന്ന പ്രശ്നം എന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഡിവോഴ്സിൻ്റെ കാര്യം വരികയാണ്. ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിച്ച, അല്ലെങ്കിൽ അവർ ഒരുപാട് വർഷം ഫ്രണ്ട്സ് ആയിരുന്നു, കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമേ ആയിട്ടുള്ളൂ, എന്തോ ആയിക്കോട്ടെ, ഒരു പ്രശ്നം വരുമ്പോൾ ഈ സ്വന്തം മകളെ അല്ലെങ്കിൽ മകനെ പ്രസവിച്ച അമ്മ, സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കലാണ് ഫസ്റ്റ് ഓപ്ഷൻ. എന്നാൽ സ്വന്തം അച്ഛനമ്മമാർ ചിലപ്പോൾ പറ്റാത്ത അത്രയ്ക്ക് നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും എന്ത് പറഞ്ഞാലും അച്ഛനും അമ്മയും അല്ലേ. സഹോദരങ്ങളുടെ കാര്യമാകുമ്പോഴും എന്ത് പറഞ്ഞാലും സ്വന്തം സഹോദരങ്ങളല്ലേ. അതേപോലെ തന്നെയാണല്ലോ ഈ ഭാര്യയും, എന്ത് പറഞ്ഞാലും സ്വന്തം ഭാര്യയല്ലേ, സ്വന്തം കുട്ടിയുടെ അമ്മയല്ലേ എന്ന് ആ ഒരു തോട്ടിലേക്ക്, അതിലേക്ക്, ആ ഒരു റിഫൈൻമെൻറ്റിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നില്ല. സ്വന്തം അച്ഛനെയും അമ്മയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ, അവരെ നമ്മൾ പിന്നെയും സഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരു റിലേഷനിൽ അത് പറ്റില്ല? ഒരു പാർട്ട്ണർ ആകുമ്പോൾ മാത്രം നമുക്ക് എന്തുകൊണ്ടാണ് ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നതിലേക്ക് പോകുന്നത്? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ തോട്ട് പ്രോസസ്
പ്രോസസ്സിനെ എങ്ങനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക. ഇത് പറഞ്ഞു പോകുന്നത് ഇതിലെല്ലാം ഇപ്പോൾ ഈ കുട്ടികളില്ലെങ്കിൽ ചിലപ്പോൾ അത്രയ്ക്ക് ബാധിക്കില്ലായിരിക്കാം, പക്ഷേ കുട്ടികൾ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ബെയർ ചെയ്യേണ്ടി വരുന്നത് കുട്ടികളാണല്ലോ. ബെയർ ചെയ്ത് വരുന്നതും കുട്ടികളാണ്. അവരതിൽ നിന്ന് പാഠവും ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് ഇതേ സാധനം ചിലപ്പോൾ അവർ റിപ്പീറ്റ് ചെയ്തെന്നിരിക്കും. അപ്പോൾ ഈ ഹൃദയങ്ങൾ വേദനിക്കും. ഈ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ആരാണോ അവിടെ അവരുടെ ഹൃദയങ്ങൾ വേദനിക്കും. പക്ഷെ വേദനിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സെറ്റ് ചെയ്ത എക്സാമ്പിൾസിലൂടെ, നിങ്ങൾ കാണിച്ചു കൊടുത്ത പാതയിലൂടെയാണ് അവർ നടന്നത്. അത് നിങ്ങൾക്കിപ്പോൾ തെറ്റായി തോന്നുന്നത് നിങ്ങളുടെ പ്രായം കൊണ്ട്. അവരുടെ പ്രായത്തിൽ നിങ്ങളും ഇതേ തെറ്റ് ചെയ്തു. അതല്ലേ സത്യം. ഇപ്പോൾ പറഞ്ഞില്ലേ, ഞങ്ങൾ അതിനുശേഷം സുഹൃത്തുക്കളായി തുടരുന്നു. ഈ നമ്മുടെ മുമ്പിൽ വരുന്ന മ്യൂച്വൽ ഡിവോഴ്സുകാരെല്ലാം അത് പറയും, ഒരാളും സുഹൃത്തായി ഒന്നും തുടരുന്നില്ല. പിന്നെ മേ ബി സെലിബ്രിറ്റി സ്റ്റാർഡം ഒക്കെ നിലനിർത്താൻ ഒരു ഷോയുടെ ഭാഗമായി, അതായത് മൊത്തം ജനങ്ങളെ ഷോ ചെയ്തിട്ടാണല്ലോ അവരുടെ ലൈഫ്സ്, അതിൻ്റെ ഭാഗമായി അങ്ങനെ കാണിക്കുന്നുണ്ടാവും. പക്ഷെ അതെങ്ങനെ പറ്റും? ഈ റാണി പറഞ്ഞില്ലേ, അച്ഛനും അമ്മയും എന്ന് പറയുന്നത് രക്തബന്ധം, അതായത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളാണ്. മമ്മൂക്ക ഇക്കാര്യത്തിൽ ഒരു വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഭാര്യ എന്ന് പറയുന്നത് രക്തബന്ധമല്ല, പക്ഷെ എല്ലാ ബന്ധങ്ങളെയും സാധ്യമാക്കുന്ന ബന്ധമാണ് ആ ബന്ധം. അത്രയും ഉള്ളിലേക്ക് പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്കൊരു വേറൊരു മലയാളി പറഞ്ഞായിട്ട് പോലും ഓർമ്മയില്ല കേട്ടോ. അത് എത്ര കറക്റ്റാണ്. ഭാര്യ ബൈ ലോ ആണ്, അതായത് ഭാര്യ ബൈ ലോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ട് ആ ലോയിൽ കട്ട് ചെയ്യുമ്പോൾ രണ്ടായി മാറുകയാണ്. ഈ കുടുംബ കോടതികളുടെ ഡിവോഴ്സുകൾ ഒട്ടും സ്മൂത്ത് അല്ല റാണി. അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവിടെ ഡിവോഴ്സ് വരെ എത്തിയില്ലെങ്കിൽ പോലും ഉണ്ടാവുന്ന കൗൺസിലിംഗ് സെന്റേഴ്സിലെ കൗൺസിലേഴ്സിന്റെ മനോനില തന്നെ തെറ്റിപ്പോകുന്ന നിലയിലേക്ക് ഓരോന്ന് പോവാറുണ്ട്. ഇത് ഫേസ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിച്ചാൽ നമ്മൾ അങ്ങനെ ഒരുമാതിരി കുറേയൊക്കെ നമുക്കിത് തെറാപ്പിയിലൂടെ, അതായത് തെറാപ്പിസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്, കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഇവർക്കിതൊന്നും വേണ്ട. ഇവർക്ക് വെട്ടൊന്ന് മുറി 2 അത് മതി. അത് വക്കീൽ പറഞ്ഞു കൊടുത്താലും കൗൺസിലർ പറഞ്ഞു കൊടുത്താലും അതിലേക്ക് എത്തിപ്പെടാൻ എന്തോ ഒരു വിഷമമാണ്. ഒരാളുടെ മുമ്പിൽ പോയിരുന്ന അയാൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, മിക്കവരും പറയുന്നത്, ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ട് തീരാത്ത പ്രശ്നം മൂന്നാമതൊരാൾ എങ്ങനെ തീർക്കാനാണ്. തെറ്റാണ്. അവരതിന് പഠിച്ചിട്ടിരിക്കുന്നവരാണ്. അവർക്ക് ചിലപ്പോൾ തീർക്കാൻ പറ്റിയേക്കാം. അത് നിങ്ങളുടെ കുഞ്ഞിനെയാണ് സേവ് ചെയ്യുന്നത്. ഒരു നല്ല മുഹൂർത്തങ്ങളിലൂടെ. ഈ അടുത്തിടെ നമ്മൾ ഇതിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, കുടുംബ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു ദമ്പതിമാർ, പോട്ടെ സാരമില്ല എന്നയാൾ എക്സ് ഭാര്യയുടെ തോളിൽ കൈവച്ച് പറഞ്ഞ് ആ നിമിഷം അവർ വീണ്ടും ജോയിൻ ചെയ്തു. അതൊക്കെ സംഭവിക്കും. അതേസമയം തന്നെ ക്രിസ്മസ് വെക്കേഷൻ ആകുമ്പോൾ, വലിയ വെക്കേഷൻ ആകുമ്പോൾ കോടതി മുറികൾ ഒരു സീരിയൽ ഡ്രാമ ഷോയായി മാറും. എൻ്റെ കൂടെ കൊച്ചിനെ 10 ദിവസം വിടണം, എൻ്റെ കൂടെ ഇല്ല വിടില്ല, ഈ കുട്ടിയെ പിടിവലി പോലും നടക്കാറുണ്ട് വരാന്തകളിൽ. അങ്ങനത്തെ സിറ്റുവേഷനിൽ വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവരുടെയൊക്കെ മെൻ്റൽ. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അവർ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പം അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. അവൻ തേടിപ്പോയതാണ്, അവന് സുഖം കിട്ടുന്ന, അവന് സമാധാനം കിട്ടുമെന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ട എന്തൊക്കെയോ കെമിക്കൽസിൻ്റെ ഇടയിൽ തിരഞ്ഞു പോയത് വീട്ടിൽ നിന്ന് അത് കിട്ടാനും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതെ, വീട്ടിലുണ്ടാവേണ്ട ഒരു സെറ്റപ്പ് അല്ല. ഒരു കുടുംബത്തിലാണല്ലോ ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. ആ കുഞ്ഞിന് അത് സുരക്ഷിതത്വം കൊടുക്കാൻ, അതിന് ഇമോഷണലിയും മെൻ്റലിയും ഒക്കെ സപ്പോർട്ട് കൊടുക്കാൻ ഈ ജന്മം നൽകിയവർ ബാധ്യസ്ഥരാണ്. വെറും വസ്ത്രവും ഭക്ഷണവും മാത്രം വാങ്ങിക്കൊടുത്താൽ പോരാ. വാങ്ങിയ ദൈവം ഭക്ഷണം തരുമായിരിക്കും, എവിടുന്നെങ്കിലുമൊക്കെ അത് നേടിയെടുത്തുകൊണ്ട് വരുന്നുണ്ടാവും. പക്ഷെ അത് മാത്രം മതി ഒരു കുഞ്ഞ് വളർന്നു വരാൻ. നമ്മളൊക്കെ ഈ പറയുന്നവരൊന്നും അങ്ങനെ വളർന്നവരല്ല. അവർക്ക് ഇമോഷണൽ സപ്പോർട്ടും അവർക്ക് മെൻ്റൽ സ്ട്രെങ്തും ഒക്കെ നൽകി പലതരത്തിൽ. പിന്നെ ഇപ്പോൾ കാണുന്ന ഒരു പുതിയ പ്രവണത, ഇനി നന്നായി ജീവിക്കുന്ന കുടുംബങ്ങളിൽ തന്നെ കുട്ടിയെ എങ്ങോട്ടും വിടില്ല, കുട്ടിയെ കൊണ്ട് തന്നെ ഒന്നും ചെയ്യിപ്പിക്കില്ല. മിക്കവർക്കും ഒറ്റ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ 2 കുട്ടിയായിരിക്കും, ഒന്നും ചെയ്യിക്കില്ല. ഒരു കടയിൽ വിടില്ല, ബസ്സിലേക്ക് നടന്നു പോകാൻ, അതായത് സ്കൂൾ ബസ്സിലേക്ക് നടന്നു പോകാൻ സമ്മതില്ല, ബസ്സിലോ ട്രെയിനിലോ ആ കുട്ടി കയറിയിട്ടേ ഇല്ല. എന്തിനാ അങ്ങനെ വളർത്തിയിട്ട് 12ാം ക്ലാസ് കഴിയുമ്പോൾ മോനെ പോയിക്കോ ബോംബെക്ക്, ഡൽഹിക്ക്, UK കൊച്ചവിടെ പോയി അന്തം വിട്ട് നിൽക്കുകയാണ്, പട്ടിണിയാണ്, എന്തുണ്ടാക്കി തിന്നണം എന്നറിയില്ല. ഇതിനകത്ത് ഇപ്പോൾ ആൺപെൺ വ്യത്യാസമില്ല കേട്ടോ. അങ്ങനെ ഒരു ഇക്വാലിറ്റി നാട്ടിൽ വന്നിട്ടുണ്ട്. പണ്ട് ആൺകുട്ടികൾക്ക് ഒരു ഗുണം അതാണ്, ഇക്വാലിറ്റി വന്നു. പെണ്ണിനും ഒന്നും അറിയില്ല, ആണിനും ഒന്നും അറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിൽ എന്തിനാണ് നമ്മൾ പാചകം ചെയ്യുന്നത്? നമ്മൾ പാചകം ചെയ്യരുത്. കുറച്ച് സ്ത്രീകൾ വന്നിരുന്നു പറയുന്നു, വേണ്ട, നിങ്ങൾ പാചകം ചെയ്തില്ലെങ്കിൽ നിങ്ങളെങ്ങനെ കഴിക്കുമെന്നുള്ള മറുചോദ്യത്തിന് ആൻസർ ഇല്ല. അവൻ ചെയ്യട്ടെ, ഓക്കെ, അവൻ ചെയ്തു, അവനും അറിയില്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് കഴിക്കാതെ ഇരിക്കും. അങ്ങനെയല്ല, 2 പേരും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, കുട്ടികൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഒരു 10-14 വയസ്സിനുള്ളിൽ മനസ്സിലാക്കിയിരിക്കണം. സ്വന്തം അണ്ടർഗാർമെൻറ്റ്സ് കഴുകാൻ, സ്വന്തം മുറി വൃത്തിയാക്കിയിടാൻ, സ്വന്തമായി അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഭക്ഷണം കഴിക്കാൻ, കഴിച്ച പാത്രം കഴുകാൻ, കിടക്കുന്ന മുറി മാത്രമല്ല
ജീവിക്കുന്ന വീട് മൊത്തത്തിൽ വൃത്തിയാക്കി വെക്കാൻ. അവൻ തൂത്തുവാരി വൃത്തിയാക്കിയില്ലെങ്കിലും അവനായിട്ടൊരു മോശം ആ വീട്, അതായത് അലങ്കോലമാക്കി ഇടാതിരിക്കാൻ ആണും പെണ്ണും, ഞാൻ ഇതിനകത്ത് ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയുന്നില്ല, പരിശീലിപ്പിക്കപ്പെട്ടാൽ മാത്രമേ അതുണ്ടാവുകയുള്ളൂ. ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു തോട്ടിൽ നിന്നാണോ സമീറ അബീസ് എന്ന അമ്മ ഇബ്രാഹിം എന്ന മകന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ഒരു കാര്യം ലോകത്തിലേക്ക് എത്തിക്കാം എന്നുള്ള ആ ഒരു പോയിന്റിൽ എത്തുന്നത്? ആ തോട്ട് വരാൻ എന്താ? ആ തോട്ട് വരാനുള്ള കാര്യം, എൻ്റെ മോൻ ഇങ്ങനെ വളർച്ചയുടെ ഘട്ടത്തിൽ ഇങ്ങനെ പേർപ്പസ്ഫുള്ളി അല്ല, പക്ഷെ ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞും പഠിപ്പിച്ചു, അല്ലെങ്കിൽ പ്ലേറ്റ് എടുത്ത് കഴുകണമെന്നുള്ളതും, അല്ലെങ്കിൽ അവൻ്റെ മുറി നന്നായി വൃത്തിയാക്കിയിടും. ഞങ്ങളുടെ മുറിയേക്കാൾ വൃത്തി അവൻ്റെ മുറിക്കാന്ന് ഞാൻ പറയുന്നതിന് എനിക്ക് മടിയില്ല. അവൻ അതിനകത്തൊരു പെർഫെക്ഷനായിട്ട് ചെയ്യുന്ന കുട്ടിയാണ്. ഞാൻ കുറച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ ലേറ്റ് ആയാലും ഒരു 3ലും 4ലും പഠിക്കുമ്പോഴും അവൻ വീട് നന്നാക്കി വെക്കും. അവിടെ എനിക്ക് വേറൊരു ദീദിയുണ്ട്, പക്ഷേ അവനോടൊപ്പം നിൽക്കും അവൻ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഒരു ഗ്യാതറിങ്ങിൽ പോയാൽ, ഒരു ക്രൗഡിൽ പോയാൽ കുട്ടിയായിട്ടാണ് അവൻ ഇരിക്കുക. അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടില്ല. അപ്പോൾ കുട്ടിയായി, പക്ഷേ അവൻ കുട്ടിയായി. ഇപ്പം മിക്കവരും കുട്ടികളില്ല, എല്ലാവരും വലിയ വർത്താനവും അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ കുട്ടിയായി ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹപ്രവർത്തകരൊക്കെ പറയും, മോൻ വെൽ ബിഹേവ്ഡ് ആണല്ലോ, ആ ഒരു സംസാരം വരുമല്ലോ. അപ്പോൾ ഞാൻ ഇവനോട് സംസാരിക്കുന്ന രീതി കണ്ടിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് കോണ്ടന്റ് ആക്കി ഇട്ടൂടെ, കുറേ പേർക്ക് ഉപകാരപ്പെട്ടേക്കാം. അങ്ങനെ ഒരു ദിവസം ഈ മിഡിൽ ഫിംഗർ കാണിക്കൽ ഒരു ഭയങ്കര സംഭവമാണ് ഇപ്പോൾ സ്കൂളുകളിൽ, അറിയാലോ. കാരണം എഫ് വേർഡ്, ആ വേർഡ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അൾട്രാ മോഡാണ്. അന്ന് സോഷ്യൽ മീഡിയ ധരിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് ഹീറോയിസം ആണ്. ചില ഫെമിനിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്ന ഇൻഫ്ലുവൻസ് ആ എഫ് വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് സൂപ്പറാണ്, ഞാനങ്ങ് ഇംഗ്ലീഷുകാരനായി, ഞാനങ്ങ് വെസ്റ്റേൺ ആയി എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷെ അത് കേട്ടിട്ട് എന്താ സംഭവിക്കുന്നത്? കുട്ടികൾ മുഴുവൻ ഇത് പറയും. അത് വെച്ചിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവനോട് ചോദിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം. പറഞ്ഞാൽ അറിയില്ല, എല്ലാവരും കാണിക്കും, അവരെല്ലാം കാണിക്കുക അല്ലേ, ഇവൻ കാണിക്കുന്നില്ല, ഇവരെ മോശമാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട്. അപ്പം ഞാൻ ആദ്യമായി ഒരു വീഡിയോ പോലെ ആക്കുന്നത്. അതായത് മോനെ ഈ ഫിംഗർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ കാണിക്കുന്നത്? അത് ടോയ്ലറ്റിൽ പോകാൻ കാണിക്കും. പിന്നെ ഇങ്ങനെ കാണിച്ചാൽ എന്താ? അത് ഗുഡ്. ഇങ്ങനെ കാണിച്ചാൽ സൂപ്പർ, അല്ലെങ്കിൽ തംസോ. അങ്ങനെ ചോദിച്ച് ഈ വിരൽ കാണിക്കുന്നു. അത് എന്തോ ബാഡാന്നറിയാം, അല്ലാതെ അറിയില്ല. അതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ. പക്ഷെ ആ വീഡിയോ വളരെ നന്നായി ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം നമുക്ക് തോന്നി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ഫുൾ സപ്പോർട്ടറാണ്, എനിക്കറിയാം, ഫുൾ സപ്പോർട്ടീവ് ഹസ്ബൻഡാണ്. നീ ചെയ്യും, ബാക്കി നമുക്ക് നോക്കാം, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഫ്രം ദ ബിഗിനിങ്. അതായത് ഞങ്ങൾ 2000 കല്യാണം കഴിച്ച ഓൾഡ് കപ്പിൾസാണ്. അപ്പോൾ അന്ന് മുതലേ അതേ ഒരു ആറ്റിറ്റ്യൂഡ്, നീ ചെയ്ത് നോക്ക്, കൊള്ളാമല്ലോ, ഇത് നല്ല റീച്ച് ഉണ്ടല്ലോ, അപ്പം നീ ഇത് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങൾ നീ സാധാരണ മോന് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ പ്രൊഫഷണൽ വീഡിയോ എടുക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ സൗണ്ട് അപ്പോൾ ആൾക്കാർ സജഷൻസ് തരും, സൗണ്ട് ശരിയാക്കൂ, ഒരു മൈക്ക് മേടിക്കൂ, ക്യാമറ ശരിയാക്കൂ, ഈ ആംഗിൾ വെക്കും എന്നെല്ലാവരും താഴെ വന്ന് കമൻ്റായിട്ട് തന്നെ പറഞ്ഞ് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് പോയി. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് പറയാം.